അടുത്ത ബലാത്സംഗവും രാഹുലിന്റെ മുകളിൽ കെട്ടിവെക്കുവാൻ കേക്കച്ചൻ. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കാനിരിക്കെ അടുത്ത നാടകവുമായി കേക്കച്ചനും സംഘവും ഇറങ്ങിയിരിക്കുകയാണ്. പരാതിക്കാരി KPCC അധ്യക്ഷനും സോണിയാഗാന്ധിക്കും പരാതി കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. ലഭിച്ച പരാതി ഉടൻ തന്നെ DGPക്ക് കൈമാറി. അത് വളരെ മാതൃകാപരമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് കേക്കച്ചൻ പറയുന്നത്. ഇത് കേൾക്കുന്ന ആർക്കും അറിയാം രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ ആ അടച്ചിട്ട കോടതി മുറിയിൽ നാളെ നടക്കുമ്പോൾ രാഹുൽ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. ഇതുപോലെ നിരവധി പീഡനങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പരാതികൾ വരും. രാഹുലിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അട്ടിപ്പറിക്കപ്പെടും എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്രകാരം ഒരു നീക്കം ഇവർ നടത്തിയിരിക്കുന്നത് എന്നുറപ്പാണ്. ഇതുവരെ ഒരു പരാതിയും ഇല്ലാതിരുന്ന പലരും ഇപ്പോൾ ഇതാ രംഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനർത്ഥം രാഹുലിനെ ഒരു പെണ്ണുപിടിയനായും ഒരു ബലാത്സംഗ വീരനായും ചിത്രീകരിച്ച് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ സകല മാധ്യമങ്ങളും മത്സരിച്ച് ചർച്ച ചെയ്യുന്നത് രാഹുലിന്റെ പീഡനം മാത്രമാണ്. ഇത് ഇട്ടുകൊടുത്തത് ഈ കോൺഗ്രസ്സുകാരാണ്. ഈ സമയത്ത് ഇത് ആളിക്കത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇന്നോർക്കുക, ഇതുപോലൊരു ആരോപണം വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്യാതെ അത് DGP കൈമാറി എന്ന് പറഞ്ഞ് ഇയാൾ വീമ്പിളക്കുകയാണ്. ഇവന്മാർ മനസ്സിലാക്കുന്നില്ല, ഇവന്മാർ തന്നെ ഈ പാർട്ടിയുടെ കുഴി തോണ്ടുകയാണ്. രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പാർട്ടിയാണ് ഇല്ലാതാകുന്നത് എന്ന് ഇവന്മാർ മനസ്സിലാകുന്നില്ല. പ്രിയമുള്ളവരെ, കേക്കച്ചൻ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് മാധ്യമങ്ങളെ കാണുക. കേക്കച്ചന്റെ ആ ആവേശം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പുതിയൊരു പരാതി വന്നിരിക്കുന്നു. KPCCക്കും അതുപോലെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെന്നാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അദ്ദേഹം ഒരു മണിക്കൂർ പോലും അത് കയ്യിൽ വെക്കാതെ അപ്പോൾ തന്നെ അത് DGPക്ക് ഫോർവേഡ് ചെയ്തു. ഇതിനേക്കാൾ മാതൃകാപരമായിട്ടൊരു പാർട്ടി എങ്ങനെ ചെയ്യും? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ കിട്ടിയ പരാതി അയച്ചിട്ടില്ലല്ലോ. CPM പാർട്ടി സെക്രട്ടറിക്ക് കിട്ടിയ പരാതി പലർക്കും അയച്ചിട്ടില്ലല്ലോ. പോലീസിന് അയച്ചിട്ടില്ലല്ലോ, പ്രധാനപ്പെട്ട പലരെ കുറിച്ചും. പക്ഷേ കോൺഗ്രസ് ഇതാണ്. കോൺഗ്രസിനൊരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും ആദ്യത്തെ കേസിൽ FIR എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ്. ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത്. ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിലുണ്ടായിട്ടില്ല. അല്ല, അത് വരുമ്പോൾ അത് ഗൌരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും. ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടിയെടുത്തു. ഇക്കാര്യത്തിൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, മാതൃകാപരമായ രീതി. ഇപ്പോ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഞങ്ങൾ ഗൌരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും, ഉറപ്പായിട്ടും. അതായത് നേരത്തെ പരാതി വന്നിട്ടുണ്ടെന്നായിരുന്നു പറയുന്നത്. ആർക്ക്? ആർക്ക്? KPCC പ്രസിഡന്റ്. ഇല്ല. അങ്ങനെയാണ്. അല്ല, അത് നിങ്ങൾ പറഞ്ഞെങ്ങനെ ശരിയാണ്? നിങ്ങൾ പറഞ്ഞെങ്ങനെ? ഇന്നാണ് പരാതി കിട്ടുന്നത്, ഇന്ന് തന്നെ അത് കംപ്ലൈന്റ് അയച്ചു. മനസ്സിലായോ? മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പെൺകുട്ടി അതിനുശേഷം അങ്ങേക്ക് പരാതി നൽകിയിരുന്നു ആ വിഷയത്തിൽ. അത് കിട്ടിയത്, അതെനിക്ക് കിട്ടിയത്. അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓൾറെഡി മുഖ്യമന്ത്രി പോലീസിലേക്ക് ഇത് ചെയ്ത് പോലീസ് FIR എടുത്തു. അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ അറിയിച്ചാണ്, ആ വിവരം അറിയിച്ചാണ്. അത് ആദ്യത്തെ കുട്ടി എന്നെ അറിയിച്ചാണ്. അത് പോലീസ് അത് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് അറിയിച്ചത്, മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷം. ഇതിപ്പോ KPCC പ്രസിഡന്റാണ് കേരളത്തിൽ കിട്ടിയത്, മുഖ്യമന്ത്രിക്കല്ല. അത് പാർട്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അകത്തുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നതായിട്ടുള്ള ഒരു പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ അത് പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്തു. ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ, ഒരാളും ചെയ്തിട്ടില്ല. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ആരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പേരുകൾ പലരുടെയും പേരിൽ പാർട്ടിക്കകത്തുനിന്ന് പരാതി കിട്ടിയിട്ട് പോലും പാർട്ടി തന്നെ അന്വേഷണം നടത്തി തീർത്തിട്ടുള്ള പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്, തല ഉയർത്തിയാണ് നിൽക്കുന്നത്. പരാതി വന്നപ്പോൾ അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്ത് ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരുന്നിരുന്നു. അതാ അല്ലെ, അത് നോക്കാം, അത് നമുക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ. അത് പാർട്ടി ആലോചിക്കും ഉറപ്പായും. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവാദം നിരന്തരം വരികയും കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കാൻ മാത്രം സമയം കളയും. അല്ലല്ല, അതൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആരും പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ലല്ലോ. ആരും ഇറങ്ങിയിട്ടില്ല, പ്രതിരോധിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. തെറ്റ് അതുകൊണ്ടല്ലേ, തെറ്റ് ചെയ്താൽ
അത് അന്വേഷിക്കണം. പോലീസ് അന്വേഷണം നടത്തണം. പോലീസ് അന്വേഷണം നടത്തി തീരുമാനമെടുക്കണം. അത് പോലീസിന്റെ. കൂടെയുള്ള ആരോപണ വിധേയനായിട്ട് ഇപ്പോൾ വന്ന ആൾ സ്ഥാനാർത്ഥിയാണ് UDF-ന്റെ അടൂർ നഗരസഭയിൽ 8ാം വാർഡിലെ. അത് അന്വേഷിക്കുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.